സങ്കീർത്തകൻ പറയുന്നുണ്ട് 119:11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പാപം ചെയ്യില്ല. വചനം ഉണ്ട് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടോ? എത്ര ബൈബിൾ വീതമുണ്ട്? ഒരെണ്ണമുള്ളോ? കുറേ പേരുടെ വീട്ടിൽ ഇപ്പോൾ 2, 3, 4 ഉണ്ട്. എത്ര ഏക്കർ സ്ഥലം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ കൃഷി ചെയ്യാതെ ഫലം ഉണ്ടാവുമോ? എത്ര ബൈബിൾ വീട്ടിലിരുന്നാലും വായിക്കാതെ ഫലം ചൂടില്ല. വായിച്ചാൽ മാത്രം പോരാ, വായിച്ച വചനം ഉപയോഗിക്കാതെയും ഫലം ചൂടില്ല. മനസ്സിലാകാൻ നിങ്ങൾക്ക് അറിയാവുന്നൊരു കഥയാണെങ്കിലും ഞാൻ ഒന്നോട് ഓർപ്പിക്കാം. ഒരു സോപ്പ് വ്യാപാരി ഒരു വൈദികനും കൂടി ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അന്നത്തെ പേപ്പർ ദിനപത്രം എടുത്തിട്ട് ഈ സോപ്പ് വ്യാപാരി ഉറക്കെ വായിക്കുക. വ്യഭിചാരം, മോഷണം, അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുറേ അതിക്രമങ്ങളും അക്രമങ്ങളും എല്ലാം വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും വായിച്ച് ഉറക്കെ വായിക്കുക. കാരണം ബഹുമാനപ്പെട്ട വൈദികനൊന്ന് കേൾക്കണം. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ വചനപ്രഘോഷണം കൊണ്ട് എന്തർത്ഥം? ലോകത്തിൽ തിന്മ വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നുണ്ടോ? ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ തിന്മ. വചനപ്രഘോഷണം വർദ്ധിക്കുന്നതല്ലാതെ തിന്മ കുറയുന്നുണ്ടോ? കണ്ടോ, ഇതൊക്കെ കണ്ടോ, കേട്ടോ എന്ന് ചോദിച്ചു. വൈദികനൊന്നും മിണ്ടിയില്ല. ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നു. ഒരു ചേരി പ്രദേശത്തെത്തിയപ്പോൾ ട്രെയിൻ അവിടെ നിർത്തി. അപ്പോൾ അവിടെ കുറേ കൊച്ചുകുട്ടികൾ കളിക്കുകയാ. വളരെ മുഷിഞ്ഞ വസ്ത്രം, വളരെ അഴുക്ക് പുരണ്ടിരിക്കുന്നു. അപ്പോൾ വൈദികൻ ചോദിച്ചു, നിങ്ങളുടെ സോപ്പ് കൊണ്ട് എന്ത് പ്രയോജനം? ഈ കുട്ടികളുടെ വസ്ത്രമെല്ലാം വളരെ അഴുക്കാണല്ലോ. അപ്പോൾ സോപ്പ് വ്യാപാരി പറഞ്ഞു, അയ്യേ, അത് സോപ്പിൻ്റെ കുഴപ്പമല്ല, അവർ സോപ്പ് ഉപയോഗിക്കാത്തത് കൊണ്ടല്ലേ. പ്രിയപ്പെട്ടവരെ, വചനപ്രഘോഷകരുടെയോ പ്രഘോഷണങ്ങളുടെയോ വചനത്തിൻ്റെയോ കുഴപ്പമല്ല ഇന്ന് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത്. പിന്നെയോ വചനം ഉപയോഗിക്കാനുള്ളതാ, ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മൊവാബിർ, സേർപ നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈജിപ്ത് മാരക ആയുധങ്ങൾക്ക് പകരം ഇസ്രായേൽ ദൈവസ്തുതിപ്പ് കൊണ്ട് ജയിച്ച ഒരു ചരിത്രമുണ്ട്. ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥം ഞങ്ങൾക്ക് ആശ്വാസം നൽകുകൊണ്ട് മറ്റൊന്നും ആവശ്യമില്ലെന്ന് മക്കബായരുടെ പുസ്തകം 19 പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കാനുള്ളതാണ് വചനം. വചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുവിൻ എഫെസ്യർ 6:19 പറയുക. പൊരുതി ജയിക്കാൻ ഒരേ ഒരു ആയുധമുള്ളൂ, വചനമാകുന്ന വാള്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അപ്പോൾ വചനം ഉപയോഗിക്കാനുള്ളതാണെന്ന് പറഞ്ഞല്ലോ. വിശുദ്ധ യോഹന്നാൻ 15:3 പറയുന്നുണ്ട്, എൻ്റെ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതങ്ങളും ദേശമൊക്കെ വിശുദ്ധീകരിക്കപ്പെടുക, തിന്മയുടെ കെട്ടുകൾ പൊട്ടുക. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം ബൈബിളുണ്ട്. എന്താണ് ഈ ബൈബിൾ എന്ന് പറയുന്ന സാധനം? ദൈവത്തിൻ്റെ വചനം. വിശുദ്ധ യോഹന്നാൻ 1:1 ആദിയിൽ വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സർവശക്തനായ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതാണ് കാലിത്തൊഴുത്തിലെ ഉണ്ണി മിശിഹായെങ്കിൽ, ദൈവത്തിൻ്റെ അപ്പത്തിൻ്റെ രൂപമാണ് സക്രാരിയിലെങ്കിൽ, നമ്മുടെ ഭവനങ്ങളിലിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെയുള്ള വചനം ദൈവത്തിൻ്റെ അക്ഷരരൂപം. വചനം ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ അക്ഷരരൂപമാണ് ബൈബിൾ. ദൈവത്തിൻ്റെ അപ്പത്തിൻ്റെ രൂപമാണ് സക്രാരിയിൽ. ദൈവത്തിൻ്റെ മനുഷ്യരൂപമാണ് അന്ന് പാലസ്തീനിലൂടെ ഇറങ്ങി വന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വചനം മാറ്റിവെക്കുന്നവൻ ആരെ മാറ്റിവെക്കുന്നു? ദൈവത്തെ തന്നെ മാറ്റിവെക്കുക. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടുമെന്ന് സുഭാഷിതം 16:20 വചനം പറയുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനം ശ്രവിക്കുന്നവൻ ആരെ ശ്രവിക്കുന്നു? വചനം അനുസരിക്കുന്നവൻ ആരെ അനുസരിക്കുന്നു? വചനം ഓർക്കുന്നവൻ ആരെ ഓർക്കുന്നു? അധരത്തിലും ചിന്തയിലും മനസ്സിലും ഓർമ്മയിലും ദൈവത്തിൻ്റെ ഒരു വചനം നിറഞ്ഞു നിൽക്കുമ്പോൾ ആര് നിറഞ്ഞു നിൽക്കുന്നു? ദൈവം തന്നെ നിറഞ്ഞു നിൽക്കും. 1 യോഹന്നാൻ 2:14 ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. 1 യോഹന്നാൻ 5:18 ദുഷ്ടൻ അവനെ തൊടുകയില്ല. പിന്നെ തൊടാൻ വന്നാൽ തീക്കട്ടയെ തൊടുന്ന അനുഭവമായിരിക്കും. കാരണം വചനം ദൈവമാണ്. ഹല്ലേലൂയ.
ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. സങ്കീർത്തനം 29:7 പറയുന്നുണ്ട്, കർത്താവിന്റെ സ്വരം അഗ്നി ജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവിന്റെ സ്വരത്തില്, വചനത്തില് തീ ഒളിച്ചിരിപ്പുണ്ട്. എന്ത് തീ? പരിശുദ്ധാത്മാവാകുന്ന തീ. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. വചനം വായിക്കുമ്പോൾ വചനത്തിന്റെ ഉടമസ്ഥനെ നമുക്ക് കിട്ടും. അപ്പോസ്തല പ്രവർത്തനം 10:44 പറയുന്നുണ്ട്, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. എങ്ങനെ ഇരുന്നവരുടെ മേലാ? ഉറക്കം തൂങ്ങിയിരുന്നവരുടെ മേൽ, പല വിചാരപ്പെട്ടിരുന്നവരുടെ മേൽ, ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ വന്നെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ എത്രയധികമായി വരില്ല അല്ലേ? അപ്പോൾ വചനം വായിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനാൽ നിറയും. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഹൃദയം ജ്വലിച്ചു. കാരണം വചനത്തിൽ തീയുണ്ട്, അതുകൊണ്ടാണ് ജ്വലിച്ചത്. യെരമ്യാ 5:4 പറയുന്നുണ്ട്, എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും, അവരെ ഞാൻ വിറകാക്കും, അഗ്നി അവരെ വിഴുങ്ങും. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയല്ലേ എന്നാ. വചനത്തിൻ്റെ മുൻപിൽ എല്ലാ തിന്മയുടെ ശക്തികളും പരാജയപ്പെടും. യേശു തന്നെ പറഞ്ഞില്ലേ, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചസ്സുകൾ കൊണ്ട് അത്രേ ജീവിക്കുക. വചന ദൈവമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. റോമ 9:6, മർക്കോസ് 13:31, ആകാശഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനത്തിന് മാറ്റമില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:10-11 വചനം പറയുക, മഴയും മഞ്ഞും ആകാശത്ത് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ സസ്യങ്ങൾ മുളപ്പിക്കുന്നു. അത് ഭൂമിയിൽ വീണ് സസ്യങ്ങൾ മുളപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി തിരിച്ചു വരില്ല, എൻ്റെ ഉദ്ദേശം നിറവേറ്റും. വചനം ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഫലരഹിതമായി തിരിച്ചു വരില്ല. യെശയ്യാ 47 വചനം പറയുന്നുണ്ട്, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു, ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. ഈ വചനം പിശാചിന് ഭയമാണ്. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തുവെന്ന. പ്രിയപ്പെട്ടവരെ, വചനം പറഞ്ഞ് എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും സാധിക്കും. പ്രാർത്ഥിക്കാറുണ്ടോ? കിട്ടാറുണ്ടോ? കിട്ടാതെ പോയിട്ടുണ്ടോ? കിട്ടാതെ പോയിട്ടുണ്ട് അല്ലേ? ഉണ്ട്. ഏറ്റവും വിശുദ്ധിയുള്ള ഹൃദയത്തോടെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോ, കിട്ടാതെ പോവില്ല. ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങളുടെ ഒരു സിസ്റ്ററിനോട് നന്നായിട്ട് വചനം പറയണേ, ലിസിയോ മരിയ CMC, എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഒരുമിച്ചിരുന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും മരത്തേൽ മാങ്ങ ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോയി പ്രാർത്ഥിക്കുമ്പോൾ 5-6 വചനമൊക്കെ പറയും. സൃഷ്ടാവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ സൃഷ്ടികൾ അനുസരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വചനം പറഞ്ഞ് ഫലം ചൂടുക തന്നെ ചെയ്യും. ഞാൻ ഊന്നുകല്ല് ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നില്ല, പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ സ്പോർട്സിന് മത്സരത്തിന് ഞാൻ അവിടെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ HM ലീജിയാമ്മ എന്ന് പറഞ്ഞ ടീച്ചർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഈ സ്കൂളിൽ സ്പോർട്സിന് പോകുമ്പോൾ എല്ലാ വർഷവും പോയിൻ്റ് 51ആണ്. ഒരു പോയിൻ്റ് കൂടുന്നുമില്ല, ഒരു പോയിൻ്റ് കുറയുന്നുമില്ല. അനുഗ്രഹമാണോ ശാപമാണോ എന്നറിയില്ല. എത്ര നല്ല കുട്ടികളെ കൊണ്ടുപോയാലും ശരി 51 പോയിൻ്റ് തന്നെ നിൽക്കും, ഒരു പോയിൻ്റ് കൂടുകയോ ഇല്ല കുറയുകയോ ഇല്ല. അപ്പോൾ അനുഗ്രഹമാണോ ശാപമാണോ എന്നറിയില്ല. ഇത്രയും പറഞ്ഞ് ടീച്ചർ നിർത്തി. അപ്പോൾ എന്തുമാകട്ടെ, നമുക്ക് കുട്ടികൾക്ക് വചനം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹബക്കുക്ക് 3:18 വചനം എഴുതി. അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് കല്ലമാൻ്റെ പാദങ്ങൾക്കുന്നതുപോലെ വേഗത നൽകി. അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് കല്ലമാൻ്റെ പാദങ്ങൾക്കുന്നതുപോലെ വേഗത നൽകി. എന്നിട്ട് കുഞ്ഞ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാ കുട്ടികൾക്കും വചനം കൂടെ എഴുതി കൊടുത്തു. ഈ സ്പോർട്സിന് സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സ്പോർട്സിന് ഓടുമ്പോൾ ഈ പെരുവിരാന്നുള്ള കുഞ്ഞുങ്ങൾ ഈ വചനം ഉരുവിട്ട് ഒരു പറക്കുകയായിരുന്നു. അന്നത്തെ GTV അത് സംപ്രേഷണം ചെയ്തിരുന്നു. കാരണം കുഞ്ഞുങ്ങൾ പറക്കുക, പിള്ളേർ പോലും അറിയാതെ ഈ വചനം അവരെ വഹിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ആ വർഷം തൊട്ട്, ഞാൻ 5 വർഷത്തോടെ പിന്നെ ഉണ്ടായുള്ളൂ, ആ വർഷം തൊട്ട് ആ സ്കൂളിലാണ് കോതമംഗലം സബ് ജില്ലയിൽ ഓവറോൾ ഫസ്റ്റായിട്ട് സ്പോർട്സിൽ നിന്നത്. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഒന്ന് മാത്രമാണ്. ആ ഇടവകയിലുള്ള ആളിവിടെയുണ്ട്, അന്വേഷിക്കാം കൃത്യമാണോ എന്ന്. അപ്പോൾ ആ നാട്ടുകാർക്കും അതൊരു സത്യമായിരുന്നു. ഈ ആൾക്കാരെ നിന്ന് നമുക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ലോ. പിന്നെ ഞാൻ അവിടെ കോതമംഗലത്ത് ഒരു മഠത്തിലായിരുന്നപ്പം ഞാനിങ്ങനെ വചനം പറഞ്ഞ് പയർ നട്ടു. പയറിങ്ങനെ ആർത്ത് വന്നു, നിറയെ കായുണ്ടായി.
കായ ഉണ്ടാകണം ഞാൻ കണ്ടില്ല, ഒത്തിരി പൂ ഉണ്ടാകുന്നവരെ ഞാൻ കണ്ടു. ഞാൻ പെട്ടെന്ന് ഒരു വർഷത്തേക്ക് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ അവിടുത്തെ മദർ എന്നോട് പറഞ്ഞു, ഡാൻസി ഒന്ന് നട്ടിട്ട് പോയ പയറിൽ ഇല കാണാതെ പയറുണ്ടായി. ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. തിന്നിട്ടും തീർന്നില്ല. അയൽ വീടുകളിലും അയൽ മഠങ്ങളിലും കൊടുത്തു. പയറൊക്കെ ഉണ്ടായാൽ ഒരു പരിധി വരെ, ഒരു കാലഘട്ടം വരെയല്ലേ നിൽക്കൂ. ഇത് പക്ഷേ പിന്നെയും കുറച്ച് കാലം കൂടി നിന്നു. അപ്പം ഞാൻ സത്യത്തിൽ മറന്നുപോയി ഈ വചനം പറഞ്ഞ് പയർ നട്ട കാര്യം. പെട്ടെന്ന് ഓർത്തില്ല അത് പറഞ്ഞപ്പം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ വെള്ളാങ്കൽ വർക്കിയുടെ മകളാണ്, എൻ്റെ അപ്പൻ്റെ കൈപുണ്യമാണ് എനിക്കെന്ന്. അപ്പോൾ മദർ പെട്ടെന്ന് കുറച്ചുകൂടി പയറെടുത്തൊരു ചിരട്ടയിലിട്ടിട്ട്, ഇത്രയും കൈപുണ്യമുള്ളതല്ലേ, ഒന്ന് കുറച്ച് നട്ടിട്ട് പോകാമോ? അതിനെന്താ എന്ന് ചോദിച്ച് ഞാൻ പയറൊക്കെ നട്ടുകൊടുത്തു. ഒരു 3 മാസം കഴിഞ്ഞ് എനിക്കെൻ്റെ പയറെന്തായി എന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ഞാൻ എന്തോ ഒരു കാരണം പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതെല്ലാം അവിടെ മുരടിച്ച് നിൽക്കുക. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായി ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നട്ട കാര്യമൊക്കെ. പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ട് അത് മുഴുവൻ മുരടിച്ചു പോയി. നിയമാവർത്തനം 28:2 വചനം പറയുന്നില്ലേ, അവിടുത്തെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും, നഗരത്തിലും വയലിലും നീ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ സന്തതി, വിളവ്, കന്നുകാലിക്കൂട്ടം, ആട്ടിൻപറ്റം അനുഗ്രഹിക്കപ്പെടും. 28:6 വചനം പറയുന്നു, സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. 1-2 പ്രവൃത്തിയിലല്ല, വചനം വായിക്കുന്ന ദൈവപൈതലാണോ, സകല പ്രവൃത്തികളിൽ നീ അനുഗ്രഹീതനായിരിക്കുമെന്ന് വചനം വെളിപ്പെടുത്തുന്നു. യോശുവ 1:7 വചനം പറയുന്നുണ്ട്, ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അധരത്തിലുണ്ടായിരിക്കട്ടെ, അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ ശ്രദ്ധിക്കുക, രാവും പകലും ധ്യാനിക്കുക, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കണമോ, വിജയം വരിക്കണമോ? പ്രിയ ദൈവവൈതലേ, വചനം വായിച്ചു തുടങ്ങാം. ഞാൻ ഹാൻഡിക്യാപ്റ്റ് കുട്ടികളുള്ള മഠത്തെ കുറിച്ചല്ലേ, ഞാൻ ആ മഠത്തിൽ പ്രതീക്ഷയിലായിരുന്നപ്പം ഒരു ചേച്ചി ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക 6 മണിക്ക്. അപ്പം ഞാനോർത്ത് എന്താണ് ഈ ചേച്ചി ഇത്ര തെരുതരെ പ്രാർത്ഥനയുടെ നിരയെ എടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ഫോൺ വന്നതുകൊണ്ട് ഞാൻ എടുത്തു. അപ്പം ഞാൻ വിളിച്ചു. അപ്പോൾ ആ ഇടവകയിലെ പീച്ചാട്ട് വീട്ടിലെ ജാൻസി ചേച്ചിയാണ് വിളിക്കുന്നത്. എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കിടാവുണ്ടായി. കിടാവുണ്ടായിട്ട് 6 ദിവസമേ ആയുള്ളൂ. കിടാവ് പെട്ടെന്ന് വീണു. 1000-1 കിടാവിന് വരുന്ന ഒരനുഭവം, അസുഖമാണ് അത്. നാവിലൊരു ചലനമേ ഉള്ളൂ. അപ്പോൾ ചേച്ചി കിടാവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും നേരം ഞാൻ കൊന്തയും കരണക്കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു സിസ്റ്ററെ. ചാകാൻ തുടങ്ങുക. വിൽസൻ ചേട്ടനാണെങ്കിൽ കുഴിയെടുക്കാൻ പറമ്പിലേക്ക് പോയി. പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അതെ, വചനത്തിന് ജീവൻ നൽകാൻ ശക്തിയുണ്ട്. ഹെബ്രായർ 4:12 പറയുന്നില്ലേ, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ്. ചേച്ചി അല്പസമയം ഈ കുഞ്ഞിക്കിടാവിൻ്റെ അടുത്ത് പോയി വചനം വായിക്കുക. ചേച്ചി ഒരു 10 മിനിറ്റ് കുഞ്ഞിക്കിടാവിൻ്റെ അടുത്ത് പോയി സങ്കീർത്തനം വായിച്ചു കൊണ്ടിരുന്ന നിമിഷം തന്നെ ഈ കുഞ്ഞിക്കിടാവ് ചാടി എഴുന്നേറ്റ് ഈ വീടിന് ചുറ്റും ഒന്ന് ഓടിയിട്ട് ചേച്ചിയുടെ അടുത്ത് വന്ന് നിന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, പ്രിയപ്പെട്ടവരെ, എത്രയോ നാളായി ബൈബിൾ വായിക്കുന്നു, മാറ്റമൊന്നും വരുന്നില്ലല്ലോ. കുഞ്ഞിക്കിടാവിന് 10 മിനിറ്റേ ബൈബിൾ വായിച്ചുള്ളൂ, പെട്ടെന്ന് ഫലം ചൂടി. എന്തായിരിക്കും കാരണം? വിശ്വാസം. കുഞ്ഞിക്കിടാവിന് ആരോട് ക്ഷമിക്കാനില്ല, നിഷ്കളങ്കമാണ്, കുശുമ്പും കുന്നായ്മയും അസൂയ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ളിടത്ത് പെട്ടെന്ന് വചനം ഫലം ചൂടും. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അങ്ങനെ ലിസിമോരി ഒരു അനുഭവം പറയും. കോതമംഗലത്ത് വചനം പറഞ്ഞൊരു സിസ്റ്ററുണ്ട്, ഈ CMCയിൽ ഇവർക്കറിയാം. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കുഞ്ഞിക്കിടാവ് തല്ലി അരച്ച പോലെ വീണ് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി വിളിച്ചു, സിസ്റ്ററെ കുഞ്ഞിക്കിടാവ് ചാകാറായി. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, വചനം വായിക്കാൻ അടുത്ത് പോയി. അമ്മച്ചി വചനം വായന. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു തണുപ്പ്. എന്താന്ന് നോക്കിയപ്പോൾ കുഞ്ഞിക്കിടാവ് എഴുന്നേറ്റ് നക്കുവാ. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോ പറഞ്ഞു, ഈ മലയോട് ഇവിടുന്ന് മാറി. ആരോട് പറയാനാ പറഞ്ഞേ? ഈ മലയോട്. ഈശോ അങ്ങനെ പറഞ്ഞേ. നമ്മുടെ ജീവിതങ്ങളെല്ലാം മലകളുണ്ട്, പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്, സാമ്പത്തിക തകർച്ചകളുണ്ട്. ഈ മലയോട്, ഈ മലയെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ ഈശോ പറയുന്നില്ല. ഈ മലയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഈശോ പറയുന്നില്ല. ഈ മലയോട് പറയുക. എന്ത് പറയണം? വചനം പറയണം. ഒരു ഉദാഹരണം പറയുമ്പോൾ തിരിയും. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഞാൻ പേര് പറയില്ല. എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചേച്ച് പറഞ്ഞ ഭാഷ ഇങ്ങനെയാണ്. എൻ്റെ അത് ശരിയാവോ? അമ്മ കുരുക്ഷേത്ര യുദ്ധമാണ്.
ഇങ്ങനെ പറഞ്ഞേ, എൻ്റെ ഭദ്രകാളി അമ്മായിമ്മ കുരുക്ഷേത്ര യുദ്ധമാണെന്നാണ് പറഞ്ഞത്. അതെനിക്ക് ഉറക്കെ പറയാൻ ധൈര്യമില്ല. അമ്മായിയമ്മ കുരുക്ഷേത്ര യുദ്ധമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു വചനം പറഞ്ഞങ്ങ് പ്രാർത്ഥിക്ക്, ഒരു സമാധാനമില്ല. അപ്പം ഞാനൊരു വചനം കൊടുത്തു, റോമ 16:20. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ, അമ്മായിമ്മയുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞേ, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. ഈ വചനം കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ മുമ്പിൽ നിൽക്കുന്ന മലയാണ് ആര്? അമ്മായിയമ്മ. അപ്പോൾ ഈ മലയോട് എന്ത് പറഞ്ഞു? ഈ അമ്മായിയമ്മ ഒരു ദിവസം കല്ലുതുള്ളി പുറത്തുനിന്ന് കയറി വരിക, പേരൊക്കെ വിളിച്ചിട്ട് കല്ല് തുള്ളിയും കൂടെ കയറിയുമ്പോഴേക്കും ചങ്ക് കിടന്ന് ഇടയ്ക്കുക. അപ്പോൾ റോമ 16:20 സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. കൊച്ചിങ്ങനെ ഉരുവിടാൻ തുടങ്ങി. പുള്ളിക്കാരി പാഞ്ഞിങ്ങോട്ട് വരുന്നല്ല, വന്നപോലെ തിരിച്ചുപോയി. പുറത്ത് നല്ല വെയിലായിരുന്നു, പക്ഷെ കരുതുള്ളി വരുന്ന സമയത്ത് പുറത്ത് നല്ല മഴ പെയ്തു, തുണിയെടുക്കാൻ തിരിച്ച് ഓടിപ്പോയി. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ കർത്താവ്. അപ്പം ഈ മലയോട് എന്താണ് മല? വചനം പറയുക. ഈ മലയെക്കുറിച്ച് മറ്റുള്ളവരോട് കംപ്ലൈൻറ്റ് പറയുകയല്ല ചെയ്തേണ്ടത്, ടെൻഷൻ അടിക്കുകയല്ല ചെയ്യേണ്ടത്. ഈശോ പറഞ്ഞേ മലയോട് പറയാനാ. നമ്മുടെ ജീവിതങ്ങളെല്ലാം ചില മലകളുണ്ടെങ്കിൽ ഈശോ കാറ്റും അലറി മാറിയുന്ന കടൽ തിരമാലകളെ നോക്കി അസ്വസ്ഥപ്പെടുകയില്ല, അടങ്ങുക, ശാന്തമാകുക. വചനം പറഞ്ഞു. അഴുകി നാറിയെ അടുത്ത് കിടക്കുന്ന ലാസറിനോട്, ലാസറേ പുറത്തു വരിക, വചനം പറഞ്ഞു. ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്കാണ് ആകാശഭൂമി സൃഷ്ടിച്ചത്, ഒരൊറ്റ വചനം. ലാസറേ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രതികൂലം നോക്കി അസ്വസ്ഥപ്പെട്ടിരിക്കാതെ എന്ത് പറയണം? വചനം പറയണം. 1 സാമുവേൽ 3:19 അവൻ്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. ഒരു വാക്ക് പോലും വ്യർത്ഥമാവില്ല. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ ഒരു ബാച്ചുകാരി സിസ്റ്റർ സത്തനേന്ന് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞേ, അവിടെ ഒരു 3 കുട്ടികളെ പെട്ടെന്ന് ഇങ്ങനെ കാണാതായി, വികലാംഗ കുട്ടികളാണ്. അപ്പോൾ പിന്നെ പ്രശ്നമാകും, BJP-ക്കാരിലെ പൊട്ടി കരഞ്ഞുകൊണ്ടാണ് പറയണേ. അപ്പം ഞാൻ ഒരു ദിവസം കണ്ടില്ല, അവരന്വേഷിച്ചിട്ടൊന്നും എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് വില്ലേജുകളല്ലേ വന്ന്, ഫോണൊന്നും ഉള്ളിലേക്കില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, വിശുദ്ധ മത്തായി 10:26 നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ചാപ്പലിൽ കയറി ഈ വചനം കുറച്ച് പ്രാവശ്യം ഉരുവിട്ട് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഈ 3 എണ്ണങ്ങൾ എവിടുന്നോ കയറി വന്നു. കൂട്ടുകൂടി ഏതോ വീടുകളിലൊക്കെ പോയതായിരുന്നു, പക്ഷേ കയറി വന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വചനം മാറ്റി വയ്ക്കരുത്. ഭക്ഷണത്തിൻ്റെ അഭാവത്തിൽ മനുഷ്യജീവിതം ഇല്ലാതാകും, ദൈവവചനത്തിൻ്റെ അഭാവത്തിൽ ആത്മീയ ജീവിതവും. ദൈവഭക്തനായ ശിമയോൻ ഉണ്ണിയേശുവിനെ കരങ്ങളിൽ എടുത്തപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കപ്പെട്ടു. നമ്മളും വചനം കരങ്ങളിലെടുക്കുമ്പോൾ പലവിധ പാവബന്ധനങ്ങളിൽ നിന്നും വിട്ടയക്കപ്പെടും. പൂവ് ചോദിച്ചാൽ ശരിയാണോ? പൂവ് ചോദിച്ചാൽ മീൻ ചോദിച്ചാലോ? ചാകര കിട്ടും. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരഞ്ഞ ഹാഗാറിന് ഒരു കിണർ കാണിച്ചു കൊടുത്തവനാ നമ്മുടെ ദൈവം. മരുഭൂമിയിൽ ഹാഗർ കിടന്ന് കരഞ്ഞില്ലേ? ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഒരു കിണർ കാണിച്ചു കൊടുത്തു. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം പറയുക, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രയടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? സമറിയാക്കാരി സ്ത്രീയോട് ഈശോ വെള്ളമൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്ത് അവളോടും പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ തരിക എന്ന് ചോദിക്കുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ. ഈ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച അത്യുന്നതനും ജീവിക്കുന്നവനുമായൊരു കർത്താവാണ് നിന്റെ മുമ്പിലിരുന്ന് വെള്ളം ചോദിക്കുന്നതെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. ഇതുപോലെ തന്നെ ദിവ്യ കാരുണ്യത്തിലിരുന്ന് ഈശോ നാം ഓരോരുത്തരെയും നോക്കി പറയുന്നുണ്ട്, ഈ ആകാശഭൂമിയിൽ സകലത സൃഷ്ടിച്ച് നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ഒരു ദൈവമാണ് വെറും ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ നിന്റെ ഒപ്പമായിരിക്കാൻ ഈ ദിവ്യസക്രാരിയിൽ വസിക്കുന്നതെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ രാവും പകലും ഈ സന്നിധി വിട്ട് പോവില്ല. പോയാൽ തന്നെയും നമ്മുടെ മനസ്സിവിടെയായിരിക്കും. അല്ലേ? ഹല്ലേലൂയ. ഭൂപടത്തെക്കുറിച്ച്, ഭൂപടം കേട്ടിട്ടുണ്ടോ? ലോകത്തിൻ്റെ മാപ്പ് കേട്ടോ? ഇംഗ്ലീഷ് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ അറിയാവുള്ളൂ. അപ്പോൾ ഈ വേൾഡ് മാപ്പ്, ഭൂപടത്തെക്കുറിച്ച് അധികം ജ്ഞാനമൊന്നുമില്ലാത്ത കൊച്ചു കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ കീറി പറഞ്ഞ ഒരു ഭൂപടം അങ്ങോട്ട് കൊടുത്തു.
മോൻ ഇതൊന്ന് ശരിയാക്കാവോ ഓടാന്ന് ചോദിച്ചു. 5 മിനിറ്റിനുള്ളിൽ കുഞ്ഞ് ഭൂപടം ഒട്ടിച്ച് ശരിക്കൊണ്ടുവന്നു. ഈ ഭൂപടത്തെക്കുറിച്ച് നമുക്ക് പോലും അറിയില്ല ഇതൊന്ന് ഒട്ടിച്ച് ശരിയാക്കാൻ. പക്ഷേ ഈ കൊച്ച് എത്ര വേഗം ഒട്ടിച്ചുകൊണ്ട് വന്നു. ഇതെങ്ങനെയാടാ കുട്ടാ നീ ശരിയാക്കിയത് എന്ന ചോദ്യത്തിന് അവൻ ഭൂപടത്തിൻ്റെ മറുവശം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അവിടെ ഈശോയുടെ പടമുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഈശോയുടെ മുടിയും കണ്ണും ചെവിയും മൂക്കും ഒക്കെ വെട്ടി ഒട്ടിച്ച് ശരിപ്പെടുത്തിയപ്പോൾ എന്ത് ശരിയായി? എനിക്കെൻ്റെ ഈശോയുമായുള്ള ബന്ധം ശരിയായാൽ ബാക്കിയെല്ലാം ശരിയാകും. ഹല്ലേലൂയ. എനിക്കെൻ്റെ ഈശോയുമായുള്ള ബന്ധം ശരിയായാൽ ബാക്കിയെല്ലാം ശരിയാകും. ഇവിടെ ഈ നാട്ടിൽ ഈ തേനീച്ചക്കൂടുണ്ടോ? ഉണ്ടോ? എങ്ങനെയാണ് തേനീച്ചക്കൂട് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് തേനീച്ചകൾ വന്നിരിക്കുന്നത്? ഈ റാണി ഈച്ചയെ പിടിക്കുമ്പോൾ ബാക്കി ഈച്ചകളെല്ലാം വന്നിരിക്കും. അങ്ങനെയാണ് ഇവിടെയും. നമ്മുടെയൊക്കെ ഹൈ റേഞ്ചിൽ അങ്ങനെയാണ്. റാണി ഈച്ചയെ പിടിച്ച് വയ്ക്കുമ്പോൾ ബാക്കി ഈച്ചകളൊക്കെ ഇങ്ങ് പറന്നു വരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനും ദൈവികമായ കാര്യങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ 1-ാം സ്ഥാനം കൊടുത്താൽ ബാക്കിയെല്ലാം ഈ പോന്നുകൊള്ളും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം 33 പറയുന്നില്ലേ? എന്ത്? ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും. 1-ാം സ്ഥാനം ദൈവത്തിലും ദൈവികമായ കാര്യങ്ങൾക്കും കൊടുക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് തരും. ഹല്ലേലൂയ. 2013 ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉരുളുപൊട്ടലുണ്ടായി. 18 എല്ലായിടത്തും ഉണ്ടായി, നമുക്കറിയാം, പ്രളയമൊക്കെ. അതുപോലെ തന്നെ ചെറിയൊരു രീതിയിൽ ഞങ്ങളുടെ നാട്ടിലുണ്ടായി, എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഉണ്ടല്ലോ, അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഇങ്ങനെ ഒഴുകി നടക്കുക. ഒരു പ്രദേശത്ത് മാത്രം എല്ലാ സാധനവും ഒഴുകി നടക്കുക. പക്ഷെ ഒരു വീട്ടിൽ മേശപ്പുറത്തിരുന്ന് വെള്ളം പൊങ്ങിയിട്ടും ആ മേശപ്പുറത്തിരുന്ന ബൈബിൾ മാത്രം നനഞ്ഞില്ല. അതൊരത്ഭുതമായിരുന്നു. എല്ലാവരും അത് കാണാൻ വരാൻ ദൈവം ഇടവരുത്തി. ഞാനിങ്ങനെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കുവാണേ, പണ്ട്, ഇപ്പോഴൊന്നുമല്ല, പണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, കുഞ്ഞുങ്ങളെ വിശുദ്ധ ഗ്രന്ഥം എല്ലാവരുടെയും വീട്ടിലുണ്ടോ? ഉണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിന് എന്തെല്ലാം ഉണ്ട്? ഞാൻ പറയാം സിസ്റ്ററെ എന്ന് പറഞ്ഞ് ഒരു മിടുക്കൻ ചാടി എഴുന്നേറ്റു. അപ്പോൾ ഞാൻ പെട്ടെന്ന് മൈക്ക് അവന് കൊടുത്തു. മൈക്ക് മേടിച്ചിട്ട് അവനങ്ങ് പറയാൻ തുടങ്ങി, എൻ്റെ വീട്ടിലെ ബൈബിളിൽ ആധാർ കോപ്പിയുണ്ട്, ആധാരത്തിൻ്റെ കോപ്പിയുണ്ട്, റേഷൻ കാർഡുണ്ട്. അമ്മച്ചിമാർ ചിരിക്കൊന്നും വേണ്ട, അപ്പച്ചമാർ കാണാതെ പൈസയൊക്കെ ഒളിച്ചു വയ്ക്കുന്ന അതിലല്ലേ, കാരണം അടുത്ത കാലത്ത് അങ്ങ് തുറക്കില്ലാത്തതുകൊണ്ട്. അപ്പം അതൊന്നും സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സ്ഥലമല്ല ബൈബിൾ. വിശുദ്ധ ഗ്രന്ഥം ആദരവോടെ വയ്ക്കണം. അതിൻ്റെ മുകളിൽ മറ്റ് പുസ്തകങ്ങൾ അടുക്കി വയ്ക്കരുത്. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. സുഭാഷിതം 16:20. വചനം ആദരിക്കുന്നവൻ ആരെ ആദരിക്കുന്നത്? ദൈവത്തെ തന്നെ ആദരിക്കുന്നത്. ഞാൻ 2016 ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ യുവജനങ്ങളുടെ 10,000-ഓളം 6,000-ഓളം യുവജനങ്ങളുടെ ധ്യാനം നടക്കുക. അപ്പം നമ്മുടെ മുസ്ലിം സഹോദരനായ, അല്ല ഇപ്പം അത് മാറിയല്ലോ, മാരിയോ ജോസഫ് എങ്ങനെ എഴുന്നേറ്റ് നിന്ന് പറയുക, ഞാൻ മുഴുവൻ ഉസ്താദോ ഒക്കെ ആയിരുന്നല്ലോ, അറബി ഗ്രന്ഥം മുഴുവൻ, അവരുടെ ഖുർആൻ മുഴുവൻ അരിച്ചു പറക്കി വായിച്ച് പഠിച്ചിട്ടുണ്ട്. ഹിന്ദു മതത്തിലെ പുസ്തകങ്ങൾ, രാമായണ, ഭഗവത്ഗീത, ഗ്രന്ഥസാഹിബ്, സിഖുകാരുടെ, അതുപോലെ ജൈന ബുദ്ധ മത ഗ്രന്ഥങ്ങൾ എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ജീവൻ നിറഞ്ഞതും സൗഖ്യം നൽകുന്നതുമായ ഒരേ ഒരു പുസ്തകമുള്ളൂ, അത് വിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് കരങ്ങളെടുത്ത് പിടിച്ചപ്പോൾ 6000-ഓളം വരുന്ന ജനങ്ങൾ കരങ്ങളടിച്ചു, യുവജനങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ശക്തി വിജാതിയർ കൂടുതൽ തിരിച്ചറിയുന്നു. ബൈബിൾ ഒരു ചാപ്റ്റർ വായിക്കാൻ നമുക്കൊക്കെ മടിയല്ലേ? അതേസമയം ഇഷ്ടപ്പെട്ട നോവലോ ചെറുകഥയൊക്കെ ഇരുന്ന് വായിക്കണേന് യാതൊരു മടിയില്ല. ഞാൻ നിങ്ങളുടെ കാര്യമല്ല കേട്ടോ, ഞങ്ങളുടെ കാര്യമൊക്കെ പറയണേ. 1 മണിക്കൂർ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുമ്പോൾ സമയം നോക്കും. ഏറ്റവും പെട്ടെന്ന് വിശുദ്ധ കുർബാന സ്ഥലത്ത് തീരുന്ന സ്ഥലത്തേക്ക് നമ്മൾ മാക്സിമം പോവുകയും ചെയ്യും. 1 മണിക്കൂർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ വാച്ച് നോക്കും. അതേസമയം ഇഷ്ടപ്പെട്ട സിനിമയാണേലോ പശ വെച്ചൊട്ടിച്ചതുപോലെ അവിടെ നിന്നു, സമയവും കഴിഞ്ഞു പോകും. പോട്ടെ, പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രി ആരെങ്കിലുമൊക്കെ വരുവാണെന്ന് കേട്ടാൽ നമ്മളൊക്കെ മുൻനിരയിൽ പോയി സ്ഥാനം പിടിക്കും. ദേവാലയത്തിൽ ആദ്യം വന്നാലും പുറകിൽ കൈ കെട്ടി നിൽക്കും. ആരാവരുത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ കൈ കൂപ്പി നിൽക്കും, ദേവാലയത്തിൽ കൈ കെട്ടി നിൽക്കും. നിങ്ങളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദൈവിക അനുഭവം ഉണ്ടായാൽ അത് പങ്കുവെക്കാൻ മടിയാണ്. മറ്റുള്ളവരുടെ കുറവുകൾ പറയാനോ യാതൊരു മടിയില്ല. ആശുപത്രി പോകാറുണ്ടോ? ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർമാർ നമ്മളോട് പറയും നാക്കൊന്ന് നീട്ടിക്കേന്ന് പറയില്ലേ? അവർക്ക് ഏകദേശം നാക്കിൽ നോക്കിയാൽ ആരോഗ്യത്തിൻ്റെ വിവരം ഡോക്ടർമാർക്ക് നിർണ്ണയിക്കാൻ സാധിക്കും.
ഇതുപോലെ നമ്മുടെ സംസാരം നോക്കിയാൽ ആധ്യാത്മിക രോഗവും നിർണ്ണയിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 31:26 വചനം പറയുക, അവൾ വായ തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ. നമ്മൾ വായ തുറക്കുമ്പോഴോ? ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ കൃത്യം 9:30 ബസ്സേ ഉള്ളൂ കേട്ടോ. ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. അതുകൊണ്ട് മനുഷ്യരെന്ത് ചെയ്യുമെന്നറിയാവോ? 9 മണിക്ക് വന്ന് നിൽക്കും. ചിലപ്പോൾ 9:15 കയറി വരുമെന്ന്. എന്ത് ചെയ്യാം? അതുകൊണ്ട് 9 മണിക്ക് 9:30 വണ്ടി. പക്ഷേ എപ്പോൾ കയറി നിൽക്കും മനുഷ്യർ? 9 മണി തൊട്ട് നിൽക്കും. ഞങ്ങളുടെ ഇടവകയിൽ 9:30 കുർബാനയുള്ളൂ. പക്ഷെ വരുന്നത് 10 മണി 10:30. താമസിച്ചു വന്നാൽ നേരത്തെ പോകാം അല്ലേ? നിങ്ങളങ്ങനെയല്ല, നിങ്ങൾ നേരത്തെ വരും, എനിക്കറിയാം. ഞങ്ങളുടെ നാട്ടിലെ കാര്യം പങ്കുവെച്ചു എന്നേ ഉള്ളൂ. പത്രങ്ങളും ചാനലുകളൊക്കെ പറയുന്നത് നമ്മൾ വേഗം വിശ്വസിക്കും. വേടി കേട്ടില്ലേ, അറിഞ്ഞോ, ഇന്ന സ്ഥലത്ത് ഇന്നത്. എന്നാൽ ഈശോ എന്തെല്ലാം കാര്യം വചനത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. രക്ഷിക്കാൻ കഴിയാത്തതും കർത്താവിൻ്റെ കരം കുറുക്കിപ്പോയിട്ടില്ല. അതിലൊന്നും അധികം വിശ്വാസമില്ല. ഈ നാട്ടിൽ ഭിക്ഷക്കാരുണ്ടോ? ഇങ്ങനെ പൈസ ചോദിച്ചു വരുന്നവർ ഉണ്ടോ? നമ്മുടെ വീട്ടിലൊക്കെ ഭിക്ഷക്കാർ വരുമ്പം നമ്മൾ നല്ലതും പുതിയതും മെച്ചപ്പെട്ടതും ഒക്കെ എടുത്തു കൊടുക്കുമോ? നമുക്ക് വേണ്ടാത്തതും മിച്ചമുള്ളതും മിച്ചമുള്ളതും ഒക്കെയല്ലേ സാധാരണ കൊടുക്കുള്ളൂ. ആണോ? അതെ, ഞങ്ങളും അങ്ങനെയാ, നിങ്ങളും അങ്ങനെയാ അല്ലേ? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ അലക്കും കുളിയും തേപ്പും പട്ടിയുടെയും പശുവിൻ്റെയും പോത്തിൻ്റെയും പന്നിയുടെയും ഒക്കെ കാര്യം കഴിഞ്ഞിട്ട് മിച്ചമുള്ള സമയം കർത്താവിൻ്റെ സന്നിധിയിൽ അത് ഉറക്കം തൂങ്ങി. അപ്പോൾ ചിലപ്പോഴെല്ലാം ഒരു ഭിക്ഷക്കാരന് കൊടുക്കുന്ന ഒരു സ്ഥാനമാണോ എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുത്തു പോകുന്നത്?